ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി വായിക്കാം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായിട്ട് വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിൽ വരുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് ധ്യാനത്തോടെ ആയിരിക്കാനും കർത്താവ് തരുന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് നാം ഇന്ന് ധ്യാനത്തിനായി വായിച്ചത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥനയുടെ പ്രാരംഭ സമയം പറഞ്ഞതുപോലെ ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹം യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ, അവിടുത്തെ ക്രൂശീകരണത്തെ ധ്യാനിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ സാധാരണ ഇങ്ങനെ ഒരു ദിവസം വേർതിരിച്ച്, പ്രത്യേകിച്ച് ക്രൂശ് മരണത്തെ, അവിടുത്തെ കഷ്ടാനുഭവത്തെ ഓർക്കാനായി ഒരു ദിവസം വെച്ചിട്ടില്ല. അതെന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദിവസത്തെ ആചരണം കൊണ്ടോ ഓർമ്മ കൊണ്ടോ തീർക്കേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ തീർക്കാൻ പറ്റുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ അവസാനിക്കുന്നത് വരെ നമ്മൾ ഓർത്ത് സ്തോത്രം ചെയ്യേണ്ട വിഷയമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ദിവസത്തെ മാത്രമായി ഇത് ചുരുക്കാത്തത്. എങ്കിലും ഇങ്ങനൊരു ദിവസം അതിനുവേണ്ടി വേർതിരിക്കുന്നത്, അവരങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ആ ഒരു ദിവസമെങ്കിലും കർത്താവിനെ കുറിച്ച് ചിന്തിക്കുവാൻ, ആഴമായി ചിന്തിക്കാൻ ഇട വരുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. പൗലോസ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, മനുഷ്യൻ പ്രശംസിക്കുന്നവരാ, എല്ലാത്തിലും പ്രശംസിക്കുന്നവരാ, അല്ലേ? ധനത്തിൽ പ്രശംസിക്കുന്നവരുണ്ട്. പണ്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് പൈസയൊക്കെ ദൈവം തന്നപ്പോൾ ഇപ്പോൾ ധനത്തിൽ പ്രശംസിക്കുന്നവരുണ്ട്. ആരോഗ്യത്തിൽ പ്രശംസിക്കുന്നവരുണ്ട്, സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നവരുണ്ട്, ബന്ധുബലത്തിൽ പ്രശംസിക്കുന്നവരുണ്ട്. അങ്ങനെ ആളുകൾക്ക് പ്രശംസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ വചനം പറയുന്നു, ബലവാൻ ഇനി തൻ്റെ ബലത്തിൽ എന്തിനാണ് പ്രശംസിക്കുന്നത്? ധനവാൻ എന്തിനാണ് തൻ്റെ ധനത്തിൽ പ്രശംസിക്കുന്നത്? മനുഷ്യരിൽ എന്തിനാണ് നമ്മൾ പ്രശംസിക്കുന്നത്? നമ്മുടെ സൗന്ദര്യത്തിൽ എന്തിനാണ് നാം പ്രശംസിക്കുന്നത്? കാരണം ഈ പറഞ്ഞവയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതാണ്. ഇന്നലെ വരെ നമുക്ക് പ്രശംസാ വിഷയമായിരുന്ന കാര്യം അടുത്ത നിമിഷം ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല. ആരോഗ്യം നശിക്കാം, സമ്പത്ത് നശിക്കാം, ബന്ധുബലം മാറിപ്പോകാം, കൂട്ടുകാർ മാറാം. പക്ഷേ എന്നും മാറാത്തതായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രം. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുക, എനിക്ക് പ്രശംസിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ വേറൊന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലേക്ക് പോകുമ്പോൾ അവിടെ താൻ കൊരിന്ത് ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു സാധാരണക്കാരനല്ല, അത്രമാത്രം ജ്ഞാനിയായ പണ്ഡിതനായ ആ മനുഷ്യൻ പറയുക, യേശുക്രിസ്തു അല്ലാതെ വേറൊന്നും എനിക്ക് പ്രശംസയുമില്ല, ക്രിസ്തുവിനെക്കുറിച്ച് പറയാനുള്ളതല്ലാതെ വേറൊന്നിനെക്കുറിച്ചും എനിക്ക് അറിവുള്ളതായി ഞാൻ കരുതുന്നില്ല. ഇന്ന് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ മറ്റുള്ളവർ ഇന്നത്തെ ദിവസം
ആചരിക്കുന്നു യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ, ക്രൂശീകരണത്തെ. പക്ഷെ അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്തിനു വേണ്ടിയാ ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്, ക്രൂശ് മൂലമുണ്ടായ അനുഗ്രഹം എന്തൊക്കെയാണ്. പക്ഷെ ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ക്രൂശ് നമുക്ക് കൊണ്ടുവന്ന അനുഗ്രഹങ്ങൾ അത് എത്ര ഉന്നതമാണ്, എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത് ക്രൂശ് മൂലം, നമ്മുടെ കർത്താവിൻ്റെ ക്രൂശും മരണം മൂലം. ഈ ക്രൂശ് മൂലം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മളാരും ആ ഒരു ക്രൂശെന്ന് പറയുന്ന യേശു മരത്തിൽ ക്രൂശിക്കപ്പെട്ട ആ ഒരു കുരിശെന്ന് പറയുന്ന ആ മരം കൊണ്ടുള്ള ആ ഒരു സംവിധാനത്തെ അല്ല ഇവിടെ പൗലോസ് പറയുന്നതും. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എന്ന് പറയുമ്പോൾ ആ ഒരു സിമ്പലല്ല. ഇന്ന് നാമധേയ ക്രൈസ്തവർ കരുതുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ചിഹ്നത്തിലല്ല, പകരം അതിനകത്ത് ക്രൂശിക്കപ്പെട്ട രക്ഷകനിലാണ് നമ്മുടെ പ്രശംസ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് ക്രൂശിലൂടെ മരിച്ചത് കൊണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഇന്ന് പകൽ ഒരിക്കൽ കൂടെ നമ്മളൊന്ന് ധ്യാനിക്കാൻ പോകുക. ഞാൻ പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം ക്ഷമയുടെ അനുഗ്രഹമാണ്, പാപക്ഷമയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. കണ്ടോ, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാതെ ഈ ദുഃഖവെള്ളി ദിവസമൊക്കെ ആചരിക്കുന്നവരുടെ നടുവിൽ ഇന്ന് പകൽ വീണ്ടും ജനിച്ച ദൈവപൈതലിനറിയാം ക്രൂശിൽ അവിടെ നിന്ന് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണമെന്താ? അതിക്രമങ്ങളുടെ മോചനമാണ്, പാപമോചനമാണ്, പാപക്ഷമയാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ ഈ ദൈവസന്നിധിയിൽ വന്ന് കുറ്റബോധമില്ലാത്ത മനസ്സോടെ സന്തോഷത്തോടെ ഇരിക്കുന്നെങ്കിൽ അതിന് കാരണം ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തമാ. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപക്ഷമയാണ് നമുക്ക് ക്രൂശിലൂടെ കിട്ടിയ ഒന്നാമത്തെ സംഗതി. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ഇന്ന് എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെല്ലാം സൽപ്രവർത്തികൾ ചെയ്യുക, എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുക, ഏതെല്ലാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക. എവിടെ പോയാൽ എനിക്ക് പാപത്തിന് പരിഹാരമുണ്ടാകും, ഏത് മല ചവിട്ടിയാൽ എൻ്റെ പാപത്തിന് പരിഹാരം വരും, എന്തൊക്കെ കൊണ്ട് അർപ്പണം ചെയ്താൽ എൻ്റെ പാപത്തിന് പരിഹാരം വരും. മനുഷ്യനിങ്ങനെ അലയുകയാ. പക്ഷേ ഒരിടത്തും അലയേണ്ടി വന്നില്ല, ഒരർപ്പണവും ചെയ്യേണ്ടി വന്നില്ല. 10 പൈസ ചെലവില്ലാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, അല്ലേ ഒരു കുന്തിരിക്കം പുകയ്ക്കാതെ എനിക്കും നിങ്ങൾക്കും സൗജന്യമായി പാപക്ഷമ കിട്ടി. അത് എവിടെ നിന്നാ? കാൽവറി ക്രൂശിൽ നിന്ന്. ഇന്ന് വചനം കേൾക്കുന്ന ദൈവവേദന ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഞാൻ ഇന്ന് പകൽ ഈ കർത്താവിന്റെ അടുക്കൽ വന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കാരണം പാപത്തിന്റെ പരിഹാരം വരുത്തി എനിക്ക് പാപക്ഷമ തന്ന് അവൻ എന്നെ ശുദ്ധീകരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുകയാ. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കണം. പാപമോചനം, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് ഉണ്ട്. ക്രൂശിലൂടെ നമ്മുടെ കുറ്റബോധം മാറി. സ്തോത്രം. ക്രൂശിന്റെ അടുക്കൽ ആര് വന്നാലും കുറ്റബോധം മാറും. ഏത് കൊടിയ പാപിയാണെങ്കിലും നമുക്കറിയാം യേശു കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടത് 2 കള്ളന്മാരാ, അല്ലേ? അതിലൊരുവൻ, 2 പേരും യേശുവിനെ അല്ലെ ദുഷിച്ചതാ, പഴി പറഞ്ഞതാ. പക്ഷേ ഒരുവനും മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല. ഞങ്ങളുടെ കൂടെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഇവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടല്ല, ഇവൻ ഇസ്രായേലിന്റെ രാജാവാ. ആമേൻ. അവൻ രാജാതി രാജാവാ. വെളിപ്പാട് മനസ്സിലാക്കി അവനൊരു കാര്യം പറഞ്ഞു, ഗുരുവേ ആമൻ, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ട, പക്ഷേ എന്നെ രാജാവായി ഞാൻ അംഗീകരിക്കുകയാ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമൻ, പെന്തിക്കോസ്തുകാരായ നമ്മള് കാറ് കിട്ടും, വീട് കിട്ടും, ലോറി കിട്ടും, സമ്പത്ത് കിട്ടും, അമേരിക്ക പോകും, ഇതിനൊന്നുമല്ലേ കർത്താവിന്റെ പുറകെ വന്നത്. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയിക്കോ കേട്ടോ. അതിനുവേണ്ടി അല്ല ഇവിടെ വരേണ്ടത്. ഇവിടെ വന്നത് പാപക്ഷമയ്ക്ക് വേണ്ടിയാ. കോടിക്കണക്കിന് രൂപ മുടക്കിയാൽ കിട്ടാത്ത, അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത, മാഗ്മത്തിന്റെ കഥയിലെ സ്റ്റോറിക്കകത്ത് പറയുന്നത് പോലെ അറേബ്യയിലെ സുഗന്ധദ്രവ്യങ്ങൾക്കൊന്നും പാപപരിഹാരം വരുത്താൻ പറ്റുകയില്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിന് പാപത്തിന്റെ പരിഹാരം വരുത്താൻ പറ്റുമെങ്കിൽ, എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കാൻ പറ്റുമെങ്കിൽ, ക്രൂശ് കൊണ്ടുവന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് പാപക്ഷമയാ. സ്തോത്രം. യെശയ്യാ 1:18 പറയും, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുഞ്ചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും.
ദൂത് കേൾക്കുന്നവരെ, എന്നെ ഇന്ന് ഈ ദൂത് ഇവിടെ കേൾക്കുന്നവരെ, എപ്പോഴും ഈ ദൂത് കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ പാപം എത്ര വലുതാണെങ്കിലും, ആരും ക്ഷമിക്കാത്ത കുറ്റം ചെയ്തിട്ട് നിങ്ങൾ വചനം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ പാപം ആരും ക്ഷമിച്ചു തരില്ല. പക്ഷേ ഞാൻ ഇന്ന് ദൂത് പറയുന്നു, ഓൺലൈനിലൂടെ നാളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ എല്ലാവരോടുമായി പറയുന്നു, നിങ്ങളുടെ പാപം എത്ര വലുതാകട്ടെ, എത്ര ചെറുതാകട്ടെ, ആരും ക്ഷമിക്കാത്തതാകട്ടെ, പക്ഷെ ക്ഷമിക്കുന്ന ഒരുവനുണ്ട്. അവിടത്തേക്ക് ക്ഷമിക്കാൻ കഴിയാത്ത പാപമൊന്നുമില്ല കേട്ടോ. ഏത് പാപത്തെയും പരിഹരിക്കാൻ അവിടുത്തെ രക്തത്തിന് കഴിയും. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവപുത്രൻ. ഇതങ്ങ് സമുദ്രത്തിന്റെ ആഴത്തിൽ ഇടുന്നവനാ. സ്തോത്രം. മീഖ 7:19 പറയുന്നത് പോലെ, നീ ഞങ്ങളുടെ പാപങ്ങളെ ഒക്കെയും സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയുന്നു. അത്രമാത്രം ക്ഷമ തരുന്ന ഒരു ദൈവമാ. ക്രൂശിലൂടെ ലഭിച്ച അനുഗ്രഹത്തിനായിട്ട് ഇന്ന് എത്ര പേര് സ്തോത്രം ചെയ്യും? എന്തോ ചെയ്യണം? ഒന്ന് ഏറ്റു പറയണം, അത്രേ ഉള്ളൂ. ഇവിടെ വേറെ കാര്യമൊന്നുമില്ല. തുറന്നങ്ങ് സമ്മതിക്കണം, പാപമുണ്ട്, എനിക്ക് പരാജയം വന്നു, എനിക്ക് തെറ്റു വന്നു, കർത്താവേ ഇന്ന് പകൽ എന്നോട് ക്ഷമിക്കണമെന്ന് ആര് പറയുന്നു? അവരുടെ ജാതി, മതം, വർഗം, ആമേൻ, അവരുടെ ചെയ്ത പാപത്തിന്റെ വലിപ്പമോ ചെറുപ്പമോ ഇതൊന്നും ഇവിടെ പരിഗണനയില്ല. ഈ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്ന ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തില് ലോകത്തുള്ള ക്രൈസ്തവരൊക്കെ അവരെ തിരിച്ചറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഈ ദിവസം ആചരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്നു, ക്രൂശിലൂടെ ലഭിച്ചത് പാപക്ഷമയാ. ജാതിയും മതവും വർഗവും വർണ്ണവും പരിഗണിക്കാതെ ആരേത് പാപം ചെയ്താൽ, ഏത് അവൻ തെറ്റിന് അടിമപ്പെട്ടവരാണെങ്കിലും ഇന്ന് പകൽ ദൈവപുത്രന്റെ മുഖത്ത് നോക്കി, അപ്പാ എന്നോടൊന്ന് ക്ഷമിക്കണമേ, നിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞാനൊന്ന് വരുന്നുവെന്ന് ആത്മാർത്ഥമായി വിളിച്ചു പറഞ്ഞാൽ, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നത് പോലെ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുവാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. വായിച്ച മോളെ, 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവണ്ടക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ഒരു ദൈവം. ഈ കർത്താവ് ക്രൂശിൽ ഈ പങ്കപ്പാട് സഹിച്ചത് ഇതിനു വേണ്ടിയാ, നമ്മളെ ശുദ്ധീകരിക്കാൻ, പാപം ക്ഷമിക്കാൻ. ദൂത് കേൾക്കുന്നവര് ഒന്ന് ഏറ്റു പറയണേ, ധൈര്യമായിട്ട് പറ. ഇന്നലെ വരെ ആരോടും ചെന്ന് പറഞ്ഞു അല്ലേ? ഒരു മനുഷ്യനോടും പോയി പറയണ്ട കേട്ടോ. പാപം പറയേണ്ടത് മനുഷ്യനോടല്ല, ദൈവത്തോടാ. നീതിമാനും വിശ്വസ്തനുമായ കർത്താവിനോട് പറ. ഒരു പാസ്റ്ററോടും പറയണ്ട, ഒരു അച്ഛനോടും പറയണ്ട, ഒരു പൂജാരിയോടും പോയി പറയണ്ട. അത് നിനക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവപുത്രനോട് ഇന്ന് പകരം ഏറ്റു പറയുമോ, അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുവാൻ നീതിമാനും വിശ്വസ്തനുമായ ദൈവമാണ്. അപ്പോ ക്രൂശീകരണത്തിലൂടെ, യേശുവിന്റെ കാൽവറിയിലെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹം പാപക്ഷമയാ. സ്തോത്രം. അത് എത്ര വലിയ അനുഗ്രഹമാണ്. പാപക്ഷമ ലഭിച്ചവരൊക്കെ ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ട്. രണ്ടാമത്തെ കാര്യം ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം ക്രൂശിലൂടെ നമുക്ക് ലഭിച്ചതാ. വായിക്കാം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രൂശിലൂടെ എന്താ സംഭവിച്ചത്? പാപം ക്ഷമിച്ചെന്ന് മാത്രമല്ല, പാപക്ഷമയിലൂടെ നമ്മളെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവൻ പാപിയാണ്, ഇവൾ പാപിയാണെന്ന് ന്യായപ്രമാണത്തിന്റെ നിയമം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ അവൻ വിരൽ ചൂണ്ടി നിൽക്കുമ്പോ ഇവർക്ക് രക്ഷയില്ല. ഇവർക്ക് ആകെയുള്ള രക്ഷ മരണം മാത്രമാ. പാപത്തിന്റെ ശമ്പളം മരണമാ. അങ്ങനെയെങ്കിൽ ലോകത്തൊരു നീതിമാനുമില്ല, എല്ലാവരും പാപികളാണെന്ന് പറഞ്ഞ് നിയമം മുദ്ര കുത്തുമ്പോ, ലോകം വിധി എഴുതുമ്പോ, പിശാച് നമുക്കെതിരെ സാക്ഷ്യം മുഴക്കുമ്പോൾ, കാൽവറിയിൽ ദൈവപുത്രൻ പാപം ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച് അവിടുത്തെ അവസാനത്തുള്ളി രക്തം വരെയോ നമുക്ക് വേണ്ടി ഒഴുകി തന്നിട്ട് അവിടുന്ന് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഈ
എന്റെ കാൽവറിയിലെയും മരണം ഏറ്റുപറഞ്ഞ് എന്നോട് പാപക്ഷമയ്ക്ക് വേണ്ടി അടുത്തു വരുന്ന വ്യക്തി ആരാണെങ്കിലും അവരെ ഇതാ സ്വർഗത്തിലെ ദൈവം നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയാ. എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര വലിയ തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും സ്വർഗം പറയുക, ഇല്ല, എന്റെ അടുക്കൽ നീ പാപക്ഷമയ്ക്കായി വന്നതുകൊണ്ട്, എന്റെ രക്തം കൊണ്ട് നിന്റെ പാപം കഴുകിയത് കൊണ്ട് ഇനി നീ പാപിയല്ല, ഇനി നീ കുറ്റക്കാരനല്ല. ആ പാപത്തിന്റെ ഭാരം പേറി നടക്കണ്ട, കുറ്റബോധം കൊണ്ട് ജീവിക്കണ്ട. പകരം നിന്നെ സ്വർഗം ഇന്ന് പകൽ വിളിക്കുന്നത് നീതിമാന്മാരെന്നാണ്. നമ്മുടെ പാപത്തിന്റെ എല്ലാ കുറ്റവും അവന്റെ മേൽ ചുമത്തപ്പെട്ടതോടുകൂടെ നാം നീതിമാന്മാരായി മാറി. ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നമുക്ക് വായിക്കാം. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് നിമിത്തം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഇതൊരു കോടതിയിലെ വാക്കാ, കോടതിയുടെ വാക്കാണ്. ജഡ്ജിയാണ് പ്രഖ്യാപിക്കേണ്ടത്. ഇവനെ വിട്ടയക്കുന്നു, ഇവനൊരു കുറ്റവും ചെയ്തിട്ടില്ല. സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവം പ്രഖ്യാപിക്കുകയാ, യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ വീണ്ടെടുപ്പ് വില നിമിത്തം, അവിടുത്തെ യാഗമരണം നിമിത്തം, അവിടുത്തെ പാപപരിഹാര ബലി നിമിത്തം ദൈവം പറയുക, അത് വിശ്വസിച്ച് സ്വീകരിക്കുന്ന എല്ലാവരോടും പറയുക, സൗജന്യമായി ഞാൻ നിന്നെ നീതീകരിച്ചിരിക്കുന്നു. കാശ് മേടിച്ചിട്ടല്ല കേട്ടോ, ഒരു മെഴുകുതിരി മേടിച്ചിട്ടല്ല, എന്തെങ്കിലുമൊക്കെ സംഭാവന സ്വീകരിച്ചിട്ടല്ല. നമുക്കറിയാം, റോമൻ കത്തോലിക്ക സഭ പാപമോചനത്തിനായി ഏർപ്പെടുത്തിയൊരു സംവിധാനമാണ് പാപമോചന ചീട്ടെന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാപമോചന ചീട്ട്? റോമിലെ സെന്റ് ബസലിക്ക ചർച്ച് പണിയാൻ പൈസയില്ലാതെ വന്നപ്പോൾ അവരൊരു കാര്യം ഏർപ്പെടുത്തി. നിങ്ങൾക്കറിയാൻ പോകുന്നതുപോലെ റോമൻ കത്തോലിക്ക സഭയ്ക്ക് പാപമോചനം കൊടുക്കാൻ പുരോഹിതന് അവകാശമുണ്ട്. അദ്ദേഹത്തോട് എന്ന് പാപം പറയുമ്പം എന്തു ചെയ്യും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുമ്പസാരം എന്ന് പറയും. കുമ്പസരിച്ച് കഴിയുമ്പോഴത്തേക്ക് പാപം മോചിക്കുകയാണ്. അത് എന്താണ്? പത്രോസിന് കൊടുത്ത കൽപ്പനയെ ശരിയായി മനസ്സിലാക്കാതുള്ള വ്യാഖ്യാനത്തിന്റെ ഫലമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യം, റോമിലെ സെന്റ് ബസലിക്ക ചർച്ച് പണിയാനുള്ള പൈസ ഇല്ലാതെ വന്നപ്പോൾ ഇവർ തീരുമാനിച്ചു, എന്താണ്? പാപമോചന ചീട്ട് വിറ്റേക്കാം. അപ്പോൾ പൈസ ഉള്ളവർക്ക് വന്ന് എന്ത് ചെയ്യാം? പാപമോചന ചീട്ട് മേടിക്കാം. ആ ചീട്ട്, പാപമോചന ചീട്ട് മേടിക്കുന്നവരുടെ പാപം ക്ഷമിക്കപ്പെടും. എന്താ പ്രശ്നം എന്നറിയോ? കാശുള്ളവന് മാത്രമേ പാപമോചനം മറ്റുള്ളൂ, അന്ന് അവരുടെ ഉപദേശം അനുസരിച്ച്. കാരണം ഈ ചീട്ട് മേടിക്കണമെങ്കിൽ നല്ല കാശ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ തിരുവെഴുത്ത് പറയുന്നത്, ഒരു ചീട്ടും മേടിച്ചിട്ടല്ല, ഒരു കുറിയും മേടിച്ചിട്ടല്ല, ഒരു വഴിപാടും സ്വീകരിച്ചിട്ടല്ല, വിളക്കിന്റെ തിരിയിട്ട് കത്തിച്ചിട്ടുമല്ല, മനുഷ്യന്റെ ഒരു സൽപ്രവൃത്തി കൊണ്ടുമല്ല. ഇതുകൊണ്ടൊന്നും ഇത് മേടിക്കാൻ പറ്റത്തില്ലെന്നേ. കാരണം ഈ പാപത്തിന് പരിഹാരത്തിന് ദൈവം വെച്ചിരിക്കുന്ന വീണ്ടെടുപ്പ് വില എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നീതിമാനായ ദൈവപുത്രന്റെ വിലയേറിയ രക്തമാ. അതുകൊണ്ട് പത്രോസ് ഇങ്ങനെ പറഞ്ഞത്, പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ വീണ്ടെടുക്കപ്പെട്ടത്. എന്തുകൊണ്ട് മനുഷ്യന് വീണ്ടെടുപ്പ് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് മനുഷ്യന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നീതീകരിക്കപ്പെടാൻ പറ്റില്ല? കാരണം വീണ്ടെടുപ്പ് വില അത്ര വിലയേറിയതാ. അത് കൊടുക്കാൻ ഉലകത്തിൽ ആർക്കും പറ്റില്ല. ഒരു അംബാനി വിചാരിച്ചാലും പറ്റുകയില്ല, ലോകത്തിലെ കോടീശ്വരന്മാർക്കൊന്നും പറ്റുകയില്ല. പകരം ഇത് നീതിമാന്റെ രക്തം വേണം. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചൊരിയപ്പെട്ട കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നതാകയാൽ ആ വീണ്ടെടുപ്പ് വില ദൈവപുത്രൻ കൊടുത്തത് കൊണ്ട് സൗജന്യമായി നീതീകരിക്കപ്പെട്ടവരാ ഞാനും നിങ്ങൾ. ആ ക്രൂശിലൂടെ ലഭിച്ചതെന്താ? സൗജന്യ നീതീകരണം. ഇന്ന് വചനം കേൾക്ക് നിങ്ങളോട് പറയാം, പിശാച് നിങ്ങളോട് പറയും, നീ പാപിയാണ്. നമ്മൾ എത്രയൊക്കെ നീതിമാന്മാരായി ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ വെല്ലുവിളിക്കും, ഇവനെ ഞങ്ങൾക്ക് അറിയാം, ഇവളെ ഞങ്ങൾക്കറിയാം. അതങ്ങനെയാ, ഈ ലോകം അങ്ങനെയാ. സ്തോത്രം. ചെറിയൊരു തെറ്റുമതി ആളുകൾ ക്ഷമിക്കില്ല. ക്ഷമിക്കുമോ?
ലോകം ക്ഷമിക്കത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ, ക്രൂശിൻ്റെ അടുക്കൽ വാ, കർത്താവ് നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കും. സ്തോത്രം. സൗജന്യമായി നീതീകരിക്കുന്ന കർത്താവ്. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗം പ്രഖ്യാപിക്കുക, നീ നീതിമാനാ. നീ പാപിയായിരുന്നു, സത്യമാ. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന് പാപമോചനത്തിനായി ക്രിസ്തുവിൽ ആശ്രയിച്ചപ്പോൾ, കർത്താവിൻ്റെ ക്രൂശിൽ നീ ആശ്രയിച്ചപ്പോൾ, അവിടുന്ന് നിന്റെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞു. അവിടെ നിങ്ങളുടെ പാപത്തിൻ്റെ കുറ്റങ്ങളെ ക്ഷമിച്ചു തന്നു. നിന്നെ അവൻ രക്ഷിച്ചു, നിനക്ക് ക്ഷമ തന്നു എന്ന് മാത്രമല്ല, നിന്നെ നീതിമാനായി സ്വർഗം പ്രഖ്യാപിച്ചു. അതാണ് ഇന്ന് ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ അവൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്. ദൈവം പ്രഖ്യാപിച്ചു. അവൻ കല്ലട സഭയിലെ ദൈവജനത്തെ നോക്കി, നിങ്ങളെ ഓരോരുത്തരും വ്യക്തിപരമായി നിങ്ങൾ ആ ക്രൂശിൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് പാപക്ഷമ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ലോകം നിങ്ങളെ പാപിയെന്നോ കുറ്റക്കാരെന്നോ കുറവുള്ളവരെന്നോ ഒക്കെ പറയട്ടെ, സ്വർഗം പറയുക, എന്റെ അടുക്കൽ വന്ന് പാപമോചനം പ്രാപിച്ച നീ ഇനി കുറ്റത്തിന് യോഗ്യല്ല, ഇനി നിന്റെ മേലൊരു കുറ്റവിധിയും നിലനിൽപ്പില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നരകവിധി മാറിയിരിക്കുന്നു. പകരം പാപത്തിന്റെ കുറ്റം അവിടുന്ന് ഏറ്റെടുത്തതോടുകൂടി സ്വർഗം പ്രഖ്യാപിക്കുക, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ നീതിമാന്മാരാണ്. കോടതിയിലൊക്കെ പോയി ഒരു കേസ് തെളിയിച്ച് ഒരു വിധി നേടിയെടുക്കാൻ എന്ത് പാടായിന്ന്, അല്ലേ? എത്ര കൊല്ലം നടക്കണം, എത്ര പൈസ വക്കീലന്മാർക്ക് കൊടുക്കണം, എന്തെല്ലാം കാര്യം. നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിലും എതിർഭാഗത്ത് നിൽക്കുന്നവരെ കാശുള്ളവരും മിടുക്കന്മാരുമാണെങ്കിൽ നിന്റെ നീതിയൊക്കെ അട്ടിമറിക്കപ്പെടും. പക്ഷേ നിനക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠനായ ഒരുവൻ, അല്ലേ, പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് പറയുക, ഇവൻ എന്നിൽ ആശ്രയിച്ച് എന്നിൽ വിശ്വസിച്ച് എൻ്റെ മകനായി തീർന്നത് കൊണ്ട് പിതാവേ ഇവളെ നീതിമാന്മാരായി പ്രഖ്യാപിക്കണം. സ്വർഗം പറയുക, നീ പാപിയായിരുന്നു, കുറവുള്ളവനായിരുന്നു, പക്ഷേ എൻ്റെ പുത്രൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് അവൻ എൻ്റെ പുത്രൻ്റെ നാമത്തിൽ വിളിച്ചു വന്നതുകൊണ്ട് ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, നീ നീതിമാനാണ്, നീതിമതിയാണ്. ആ പ്രഖ്യാപനത്തിനായിട്ട് ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഈ കർത്താവിനെ അറിഞ്ഞത് നിമിത്തം ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മൾ നീതിമാന്മാരായി മാറി എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-22 വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. സിസ്റ്റർ ഒന്ന് നിൽക്കണേ. എന്താ ക്രൂശിലൂടെ ലഭിച്ചത്? അനുരഞ്ജനമുണ്ടായി. ആരുമായിട്ട്? പിതാവായ ദൈവവുമായി. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് പാപം കണ്ടുകൂടാ. പാപത്തെ കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അപ്പൊ ആ ദൈവത്തിന് മുമ്പാകെ പാപികളായിരുന്ന മനുഷ്യന് ദൈവവുമായിട്ടുള്ള ആ ബന്ധം തകർന്നു. നിങ്ങൾക്കറിയാം, അല്ലേ? എന്നും വെയിലാറുമ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. എന്തിനാ? ആദമിനോടും ഹൗവയോടും കൂടെ കൂട്ടായ്മ കൂടാൻ. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, അല്ലേ, ആ ബന്ധം തകർന്നു. ആദമേ നീ എവിടെ? ദൈവത്തിന് വിളിച്ചു ചോദിക്കേണ്ടി വന്നു. മറുപടി, ഞാൻ വിളിച്ചിരിക്കുക. എന്താ പ്രശ്നം? അല്ലേ, തകർന്നു, ബന്ധം തകർന്നു, പാപം പ്രവേശിച്ചു. ഇപ്പൊ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് പറ്റില്ല. ദൈവത്തെ കാണണ്ട, കൃപയിലേക്ക് വരണ്ട, ഓടി ഒളിക്കുക. ഇത് തന്നെയല്ലേ മനുഷ്യന് പറ്റിയത്? പാപത്താൽ തകർന്ന ബന്ധം, ദൈവത്തോടടുക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല. പിന്നെ ആഗമത്വവും പ്രശ്നമാ. തന്നെ നോക്കിയപ്പോൾ ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ പറ്റുകയില്ല. കാര്യമെന്താ? തേജസ്സങ്ങ് പോയി. ആ തേജസ്സങ്ങ് പോയി, അല്ലേ? അവൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതെ വണ്ണം എന്താ നീ വസ്ത്രം ധരിക്കണമെന്ന. ഏത് വസ്ത്രമാ? നീതിയുടെ ഒരു വസ്ത്രം. അവർ താൽക്കാലികമായി അത്തിയില കൊണ്ട് വസ്ത്രമുണ്ടാക്കി. അത് നീതി പ്രവൃത്തികളാ. മനുഷ്യന് തൻ്റെ പാപത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ മനുഷ്യൻ ചെയ്യുന്ന വ്യർത്ഥ പ്രയത്നങ്ങളാ, അല്ലേ? പക്ഷേ നിങ്ങൾക്കറിയാം, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലവാടിപ്പോയി. മനുഷ്യൻ്റെ ഒരു നീതി പ്രവൃത്തികളും പാപത്തെ മറയ്ക്കാൻ പര്യാപ്തമല്ല. മനുഷ്യൻ എന്തെല്ലാം പുണ്യപ്രവൃത്തികൾ ചെയ്താലും, പാപപരിഹാരത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും അതെല്ലാം, അല്ലെ, മാറിപ്പോകും. പകരം കാൽവറിയിൽ ദൈവപുത്രൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതോടുകൂടെ നീതിയുടെ വസ്ത്രം നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ പാപം എപ്പോഴും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാ. ബന്ധം തകർന്നു, ഓടി ഒളിക്കുകയാ.
ഈ ബന്ധം നേരെയാക്കാൻ മനുഷ്യൻ ചെയ്യുന്ന നീതിപ്രവൃത്തികളാണ് ഇന്നത്തെ സകല മതങ്ങളുടെയും അടിസ്ഥാനം. നീതിപ്രവൃത്തി ചെയ്ത് ദൈവത്തോട് അടുക്കുക. പക്ഷേ വചനം പറയുന്നു, മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളൊക്കെ കറ പരണ്ട തുണി പോലെ അത്രേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോടകന്ന് നീതിയില്ലാത്തവനായി പരാജയപ്പെട്ട് അകന്നുപോയി. തകർന്നുപോയ ബന്ധം ഇതാ പിതാവുമായിട്ടുള്ള തകർന്ന ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ ദൈവപുത്രൻ വന്നിരിക്കുക. ഇനി വായിക്ക്, എന്താ വായിക്കുന്നത്? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ദൈവവും നമ്മളും തമ്മിൽ തകർന്ന ബന്ധം, ആ സമാധാന ബന്ധം തിരികെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാവിലെ സന്തോഷമുണ്ട്? പാപമെന്ന് പറയുന്നത് അകത്തു വന്നാൽ സമാധാനം പോകും. സ്തോത്രം. പാപം അകത്ത് വന്നാൽ പിന്നെന്താ? സമാധാനം പോയി. ബന്ധം അകന്നു പോയാൽ പിന്നെന്താ? രണ്ടുപേര് തമ്മിലുള്ള ബന്ധം അകന്നു കഴിഞ്ഞാൽ സമാധാനമുണ്ടോ? ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ പരസ്പരം മിണ്ടത്തില്ല, അല്ലേ? ഒരുമിച്ച് സംസാരിക്കത്തില്ല. ബന്ധം തകർന്ന ബന്ധം, അകത്ത് തീയ, ഉറക്കമില്ല, അല്ലേ? ജീവിതം തകർന്നിരിക്കുക. എങ്ങനെ ഈ ബന്ധം പണിയും? അവിടെ അതാ യേശുവിൻ്റെ രക്തം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ തകർന്ന ബന്ധത്തെ പുനഃസ്ഥാപിച്ചപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കുക. അവൻ, ഞാൻ ഒറ്റ വാക്കി പറയാം, ക്രൂശിലൂടെ നമുക്ക് ലഭിച്ചത് അനുരഞ്ജനം. ആമേൻ. അവൻ നമ്മെ നിരപ്പിച്ചു. വായിച്ചോ. ഭൂമിയിലുള്ളതാകട്ടെ സ്വർഗത്തിലുള്ളതാകട്ടെ സകലവും യേശു ക്രിസ്തുവിനെ കൊണ്ട് തന്നോട് പിതാവായ ദൈവത്തോട് നിരപ്പിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത ആ നിമിഷം തന്നെ തകർന്നുപോയ ബന്ധങ്ങളെ ക്രൂശ് മുഖാന്തരം പുനഃസ്ഥാപിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്ര. ആ പുനഃസ്ഥാപനത്തിൻ്റെ പ്രക്രിയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അനേക കോടി ജനങ്ങൾ ക്രൂശിലൂടെ ദൈവത്തോട് നിരന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ, ഒരു കാര്യം ഞാൻ പറയാം, ഈ സുവിശേഷം എവിടെ പ്രസംഗിക്കുമോ അവിടെയെല്ലാം നിരപ്പുണ്ടാകുക, തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുക. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ആമേ തകർന്ന ബന്ധത്തിലിരിക്കുന്നെങ്കിൽ, പിതാവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം തകർന്നെങ്കിൽ, ആ തകർന്ന ബന്ധത്തെ പരിഹരിക്കുക. നിങ്ങൾ മറ്റൊന്നും പോകണ്ട, ദൈവപുത്രന്റെ അടുക്കിലേക്ക് വാ. യേശുവിന്റെ രക്തത്തിൽ ഒന്ന് ആശ്രയിക്കുക. കർത്താവേ, ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഈ ആരാധന അനുഭവിക്കാൻ എനിക്ക് വേണ്ടും പോലെ കഴിയുന്നില്ല. എന്തോ ഒരു തടസ്സം, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് പകൽക്കാലം ആ തടസ്സത്തെ, ആ പാപത്തിന്റെ തടസ്സത്തെ, ആ പരാജയത്തെ ഇന്ന് പകൽക്കാലം അവിടുത്തെ രക്തം കൊണ്ട് ഒന്ന് പരിഹരിച്ച് ദൈവത്തിന്റെ ആ ദിവ്യ സമാധാനം എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരത്തക്കവണ്ണം ആ ബന്ധത്തെ ഒന്ന് പുനഃസ്ഥാപിക്കണമെന്ന് എത്ര പേരെന്ന് പകൽ നിലവിളിക്കുക. നിങ്ങൾ നിലവിളിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, അവൻ ദൈവത്തിന്റെ ആ സമാധാനം നിങ്ങളിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരും. സ്തോത്രം. ആ സമാധാനത്തിന്റെ പുസ്തകം പറയുന്ന പേര് സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനമാണ്. അവൻ എത്ര പൈസ ഇല്ലെങ്കിലും, എത്ര പ്രതിസന്ധിയാണെങ്കിലും, എത്ര പ്രതികൂലമാണെങ്കിലും ആത്മീകൻ്റെ അകത്ത് ഈ സമാധാനം വാഴും കേട്ടോ. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ സമാധാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവവും തമ്മിലുള്ള ബന്ധം തകർന്നെന്നാണ്. സ്തോത്രം. ആ തകർന്ന ബന്ധം പുനഃസ്ഥാപിച്ചേ പറ്റുള്ളൂ. അതിനെ പുനഃസ്ഥാപിക്കാൻ ഒരുവന് മാത്രമേ പറ്റൂ. അത് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ദൈവപുത്രന് മാത്രമേ കഴിയുകയുള്ളൂ. അവിടുത്തെ രക്തത്തിന് മാത്രമേ നമ്മെ പിതാവായ ദൈവത്തോട് നിരപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ആത്മീക സത്യം ഇന്ന് രാവിലെ നിങ്ങളെല്ലാവരും അറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. കണ്ടോ, പുത്രൻ മരിച്ചത് കൊണ്ടാ എന്താ ഉണ്ടായത്? ശത്രുക്കളായ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നത്. ഇന്ന് പകൽ പാപം ചെയ്ത് ദൈവത്തോട് ശത്രുക്കളായി തീർന്ന മനുഷ്യരെ പിതാവായ ദൈവത്തോട് നിരപ്പിക്കാൻ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് മരിക്കേണ്ടി വന്നു. അതാണ് ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ദൈവത്തോട് നിരപ്പിക്കാൻ, ഇന്ന് പകൽ തകർന്ന ബന്ധങ്ങളെ നിരപ്പിക്കുവാൻ, പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുവാൻ, അപ്പന്റെ ഭവനത്തിൽ നിന്ന് സ്വത്ത് മേടിച്ചു കൊണ്ടുപോയി ചെന്ന് സകലവും നാനാവിധമാക്കി ദൂർത്ത് പുത്രനായി മാറി സകലവും നശിപ്പിച്ച് തകർന്നു പോയ ആമൻ ആ ഇളയ പുത്രനുണ്ടല്ലോ,
അവൻ തിരിച്ചു വരുവാൻ അവൻ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ കാത്തിരിക്കുക. ദൈവപുത്രനെ അയച്ചവന്റെ മരണത്തിലൂടെ അവിടുത്തെ രക്തം ചെരിഞ്ഞതിലൂടെ ഞാനും നിങ്ങളുമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലേക്കും പുനഃസ്ഥാപനത്തിലേക്കും ദൈവം ആഗ്രഹിക്കുക. അതാണ് ഈ ദിവസം നൽകുന്ന സന്ദേശം. ലോകത്തിലുള്ള സകല മനുഷ്യർ അവിടെ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മളെ കുറച്ചു പേരെ മാത്രമാണോ നിരപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ സകലത്തെയും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള സകല സംവിധാനവും ദൈവത്തോട് നിരക്കണം. സ്തോത്രം. എല്ലാം നിരക്കുമോ? നിശ്ചയമായും ഇത് നിരപ്പിക്കാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ നിരപ്പ് വരും, നിരക്കാത്തത് മാറും. നിരക്കുന്നത് മാത്രമേ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഉണ്ടാകത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കൊരു സ്തോത്രം ചെയ്യുക. സകലവും നിരക്കും. സകലരും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ എണ്ണവും ഇന്ന് എതിർക്കുന്നില്ലേ? സുവിശേഷം പറയുമ്പോൾ എതിർക്കുക, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എതിർക്കുക. ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സുവിശേഷം, നിങ്ങൾ ഞങ്ങളുടെ മതം മാറ്റാൻ നോക്കുക. എത്ര പേരെ ഉപദ്രവിക്കുക, എത്ര പേരെ കഷ്ടപ്പെടുത്തുക. പക്ഷെ സകലരോടും ഞങ്ങൾക്കൊരു ദൂത് വിളിച്ചു പറയാനുണ്ട്. ഇന്ന് എതിർക്കുന്നവരാകട്ടെ, ഇന്ന് വിലങ്ങതടികളായി നിൽക്കുന്നവരാകട്ടെ, നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, സകല മനുഷ്യനും സകല വ്യക്തികൾ സകല ചരാചരങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാവരെയും നിരപ്പിക്കാനാണ് ക്രിസ്തു വന്നത്. അവൻ നിരപ്പിന്റെ വാഹകനായി അവിടുന്ന് ഈ ഭൂമിയിൽ വന്നിരിക്കുമ്പോൾ ഒരു കാര്യം അറിയണം, ഇന്നല്ലെങ്കിൽ നാളെ സകല മനുഷ്യരും ഏറ്റുപറയേണ്ട ഒരു പേരുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കർത്താവായിട്ട് തോന്നുന്നില്ലെങ്കിലും പിതാവിൻ്റെ മുമ്പാകെ വന്ന് യേശുക്രിസ്തു കർത്താവെന്ന് സകല നാവും ഏറ്റുപറഞ്ഞ് സകല മുഴങ്കാലം അവിടുത്തെ മുമ്പാകെ മടങ്ങുന്നൊരു ദിവസം വരുമെന്ന് പുസ്തകത്തിൽ പറയുന്നെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. സകലരും വിളിച്ചു പറയും യേശു കർത്താവെന്ന്. അവിടെ നിരപ്പിക്കുന്നവനാ. നിരപ്പില്ലാതെ സമാധാനമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരപ്പിക്കുന്ന കർത്താവ് ജീവിക്കുന്നു. നാലാമത്തെ കാര്യം യെശയ്യാവ് 53:5. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകുക. അത് കേവലം ശാരീരിക സൗഖ്യം മാത്രമല്ല, പാപ വലിയ രോഗത്തിൻ്റെ സൗഖ്യം. മനുഷ്യജീവിതത്തിന് എന്തെല്ലാം മേഖലയിൽ സൗഖ്യം വേണോ അതെല്ലാം അവിടുത്തെ ഹീലിങ്ങിലുണ്ട്. ശാരീരികമായി മാനസികമായി ഏതെല്ലാം തലത്തിലാണ് ഇന്ന് പകൽ സൗഖ്യം വേണ്ടത്, അത് ഈ ക്രൂശിലൂടെ ഒഴുകുക. സ്തോത്രം. ഇന്ന് പകൽ മനസ്സ് തകർന്നവരായിട്ട് ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നെങ്കിൽ ക്രൂശ് നിൻ്റെ മാനസിക തകർച്ചയെ മാറ്റുന്നതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏതെങ്കിലും നിലയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നെങ്കിൽ, ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവത്തിൽ പോകുന്നെങ്കിൽ ക്രൂശ് നിങ്ങളെ സൗഖ്യമാക്കുന്നതാ. പത്രോസ് അത് ഏറ്റു പറഞ്ഞു. 1 പത്രോസ് 2:24 അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇല്ലേ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ സൗഖ്യം അനുഭവിച്ച് എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ആമൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് ആമൻ വിടുതല പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് ക്രൂശിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇത് കേവലം ആളുകളെ അല്ലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാകർഷിക്കുന്നതല്ല. ഇതൊരു മതം മാറ്റത്തിന്റെ ഫോർമുലയല്ല കേട്ടോ. ഇത് ആമൻ സൗഖ്യദായക ശക്തിയാ. അവിടുത്തെ അടിപ്പിണരുകളാൽ പുറപ്പെടുന്നൊരു സൗഖ്യമുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന, വിടുതൽ വ്യാപരിപ്പിക്കുന്ന, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു അത്ഭുത ശക്തിയാണിത്. അത് അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അവൻ 147 സങ്കീർത്തനം 3 വാക്യം പറയുന്നത് പോലെ അവൻ മനസ്സ് തകർന്നവരുടെ മുറിവ് കെട്ടുന്ന ദൈവമാണ്. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. വായിക്കാം. മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. ക്രൂശിൻ്റെ അടുക്കൽ വന്നാൽ പിന്നെ നീ സന്തോഷത്തോടെ പോകും. കാരണം നിനക്ക് വേണ്ടിയതുള്ളതെല്ലാം മുറിവ് അവൻ ഏറ്റു. സ്തോത്രം. ഈ ക്രൂശ് ഹീലിങ്ങിൻ്റെ ക്രൂശാ. എല്ലാ അർത്ഥത്തിലും സൗഖ്യം തരുന്നതാ. സ്തോത്രം. പാപക്ഷമ തരുന്നതാ.
ശാരീരികവും മാനസികവുമായിട്ടുള്ള സകല തകർച്ചകളിൽ നിന്ന് വിടുവിക്കുന്നതാ ഈ ക്രൂശിൻ്റെ അടുക്കൽ വന്നത് പ്രാപിച്ചവരാ ആമൻ ഈ ക്രൂശിനെ കുറിച്ച് ഉയർത്തി പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആമൻ എനിക്ക് ഇതിനകത്തല്ലാതെ പ്രശംസിക്കാൻ വേറൊന്നിലുമില്ല. എൻ്റെ കാശിൽ ഞാൻ പ്രശംസിക്കത്തില്ല, എൻ്റെ ബുദ്ധിയിൽ ഞാൻ പ്രശംസിക്കുന്നില്ല, എൻ്റെ കഴിവുകളിൽ എനിക്ക് പ്രശംസിക്കാനില്ല. എനിക്ക് പ്രശംസിക്കാൻ ക്രൂശിൽ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമൻ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ആ ആ ആ ആമേൻ. മതി. വാക്യത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചു വായിക്കണം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ അവിടുത്തെ രക്തം കൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനമാണ്. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം. അയ്യോ, ഇത് വളരെ നിസ്സാരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. ആണ്ടിലൊരിക്കലായിരുന്നു മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ആണ്ടിലൊരിക്കൽ. ബാക്കിയൊക്കെ വെളിയിൽ നിന്ന് കാണാം, പേടിച്ചാ പോന്നേ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവൻ തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തിയത് കൊണ്ട് സ്തോത്രം. കർത്താവ് മരിച്ചപ്പോൾ തന്നെ ദേവാലയത്തിലെ തിരശീല മേൽ തൊട്ട് അടിവരെ രണ്ടായി ചീന്തിപ്പോയി. അത് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തിയത് കൊണ്ട് ജീവനുള്ളൊരു പുതുവഴി തന്നു. ഹല്ലേലൂയ. പേടിച്ചു പോകാനല്ല, അയ്യോ ഞാൻ തീർന്നു പോകുമോ എന്ന് പേടിച്ചല്ല, ധൈര്യത്തോടെ പോകാൻ. ജീസസ്, എനിക്കൊരു മഹാപുരോഹിതൻ അവിടെ ഉണ്ടെന്ന ആത്മവിശ്വാസത്തോടെ പോകാൻ. കാരണം ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കലേക്കുള്ള പോക്ക, ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്കുള്ള പോക്ക. പക്ഷേ അവിടേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്ക് ആമേൻ സ്വത്രം മുമ്പ് കൂട്ടി പ്രവേശിച്ചൊരു മഹാപുരോഹിതൻ അവിടുത്തെ രക്തം കൊണ്ട് നിന്നെ കഴുകി വെടിപ്പാക്കി നീതിമാന്മാരാക്കി പ്രഖ്യാപിച്ച് പോരാ, എനിക്കും നിനക്കും വേണ്ടി ആമേൻ അവിടുത്തെ ശരീരം ദേഹമെന്ന തിരശീല രണ്ടായിട്ട് കീറി ജീവനുള്ള പുതുവഴി സൃഷ്ടിച്ച് ധൈര്യത്തോടെ ആമേ കടന്നു ആമേ പോകുവാനുള്ള ആത്മവിശ്വാസം നൽകുന്ന ദുർമനസാക്ഷി നീങ്ങുമാർ ആത്മാവിൽ കഴുകപ്പെട്ടവരായി ആമേ സ്വന്തം പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലാൻ കൃപ തന്ന ദൈവത്തിന് ഇന്ന് രാവിലെ എത്ര പേര് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യും? ആണ്ടിലൊരിക്കലാണോ? എപ്പോഴും എപ്പോഴും എപ്പോൾ തീരുമാനിച്ചാലും പോവാം. അവിടെ തടയാനൊന്നുമില്ല. കാരണം നിങ്ങൾക്കൊരു പുതുവഴി ഉണ്ടാക്കി. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്തവൻ. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും പ്രവേശിക്കാം. പക്ഷേ ആ കാൽവറി ക്രൂശിലോട്ടൊന്ന് വരണം, രക്തത്താലൊന്ന് കഴുകൽ പ്രാപിക്കണം, നീതിമാന്മാരായി ഒന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ധൈര്യത്തോടെ വരാം പിതാവിൻ്റെ അടുക്കലേക്ക്. ധൈര്യത്തോടെ വരാം, അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് വരാം. കാരണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അകത്ത് തന്നിരിക്കുകയാ. ഇന്ന് പകൽ എത്ര പേര് ദൂതിൻ്റെ ആഴം മനസ്സിലാക്കുന്നുണ്ട്? നിങ്ങൾക്കിത് അറിയണമായിരുന്നെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണ കാലത്ത് ജീവിക്കണമായിരുന്നു. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, നിൻ്റെ മനോഹരത്വം ഒന്ന് കാണണം, നിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. എൻ്റെ ആയുഷ്കാലമൊക്കെയും നിൻ്റെ പ്രാകാരത്തിൽ എനിക്കൊന്ന് പാർക്കണം. ആഗ്രഹമാ. നടന്നോ? ഇല്ല, കയറാൻ പറ്റുകയില്ല. പക്ഷേ ജ്ഞാനികൾക്കും വിവേകികൾക്കുമൊക്കെ മറച്ചു വെച്ച് കർത്താവിനെ പറഞ്ഞു, എത്ര പേര് നിങ്ങൾ കണ്ടത് കാണാൻ ആഗ്രഹിച്ച് എത്ര പേരുണ്ട്? ശ്രേഷ്ഠന്മാരാഗ്രഹിച്ചതാ, പക്ഷെ പറ്റിയില്ല. നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഇതൊക്കെ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആഴം അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ നാല് സ്തോത്രം പറയുന്നതുകൊണ്ടോ നിങ്ങൾ നല്ല വല്ല വസ്ത്രം ധരിച്ചത് കൊണ്ടോ മീശ പഠിച്ചത് കൊണ്ടോ നിങ്ങൾ വിശുദ്ധരായെന്നാ. സ്വർഗം പോലും തൃക്കണ്ണിന് മുമ്പിൽ നിർമ്മലമല്ലാതിരിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഈ എല്ലാ പരിപാടി കൊണ്ടൊന്നും നടക്കത്തില്ല. അവിടെ കുഞ്ഞാടിൻ്റെ രക്തമാണ് ശുദ്ധീകരണമായി മാറിയത്. അവൻ ആ രക്തത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിച്ചത് കൊണ്ട് അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുന്നത് യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് സമ്പാദിച്ചു തന്ന അനുഗ്രഹമാണ്. ജീവനുള്ള പുതുവഴി ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ
അല്ലെ ദോഷികളും കുറവുള്ളവരുമായിരുന്ന നമ്മളെ ശുദ്ധീകരിച്ച് വീണ്ടെടുപ്പിന്റെ വഴിയൊരുക്കി തന്ന, ജീവനുള്ള പുതുവഴി ഒരുക്കിയ ദൈവത്തിന് ഇന്ന് പകൽ എത്ര പേര് നന്ദിയോടെ ആമേൻ സ്തോത്രം ചെയ്ത് ദൈവത്തിന് ആരാധന കരയേറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രൂശിനെ കുറിച്ച് വർണ്ണിക്കാനാണെങ്കിൽ ഇങ്ങനെ വർണ്ണിച്ചു പോവാം. സമയത്തിന് പോയി നമുക്ക് നിർത്താൻ സമയമായതുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. നമുക്ക് വിരോധമായി നിൽക്കുന്നൊരു വമ്പൻ പാർട്ടിയുണ്ട്. ആരാ? അന്നും ഇന്നും മനുഷ്യജാതിക്ക് തടസ്സമായി നിൽക്കുന്ന വലിയ പുള്ളിയാ സാത്താൻ, അല്ലേ? നിങ്ങൾക്കറിയാമോ ക്രൂശിലൂടെ എന്താ സംഭവിച്ചതെന്ന്? സ്തോത്രം. ഈ സാത്താൻ്റെ തല ആ ക്രൂശിൽ കർത്താവ് തകർത്തു. സ്തോത്രം, സ്തോത്രം. തല തകർന്ന ഒരു സാത്താന. ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സാത്താൻ അറിയത്തില്ലായിരുന്നു കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, അല്ലേ? അതുകൊണ്ടാണ് യൂദയുടെ ഒക്കെ പുറകെ പോയിട്ട് കാണിച്ചു കൊടുക്കാനൊക്കെ തോന്നിച്ചു. വലിയ പരിപാടിയാണ്. സാത്താൻ വിചാരിച്ചത് ഇവനെ അങ്ങ് തീർത്താൽ ശല്യം അങ്ങ് ഒഴിയും. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. പക്ഷേ സാത്താനെ എന്താണ് അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ അവനെ വണ്ടടിച്ചു. എന്താ വെച്ചാൽ എനിക്കത് പറയാൻ വാക്കുകളില്ല. സാത്താൻ എന്താണ് ശരിക്കുള്ള വാക്ക് കിട്ടി. സാത്താൻ ഷോക്ക്ഡായി പോയ ഒരു സംഭവം ക്രൂശിൽ സംഭവിച്ചു. എന്താ നിങ്ങൾക്കറിയാവോ? നമ്മുടെ നാട്ടുഭാഷ തലേ കൈവച്ച് ഇരുന്നു പോയി. പറ. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാവോ? ഇതാ സകലവും നിവർത്തിയായി, ടെറ്റലസ്റ്റായി. അപ്പം അത് പറഞ്ഞത് സകലവും. സാത്താൻ പറഞ്ഞേ സകലവും നിവർത്തി. സകലം എന്താ പറഞ്ഞേ? സാത്താൻ ചോദിച്ചു, എന്താ ഇപ്പൊ ഒരു ശബ്ദം കേട്ടല്ലോ, എന്താ കേട്ടത്? സാത്താൻ അപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ തല തകരുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യജാതിയെ പാപത്തിലേക്ക് പ്രവേശിപ്പിച്ച് പാപത്തിന്റെ അടിമകളാക്കി മാറ്റി, അവന്റെ അടിമത്വത്തിന് കീഴിലാക്കി സകലവും കൈപ്പിടിയിൽ ഒതുക്കിയ സാത്താന്റെ അല്ലേ പദ്ധതികളെ തകർക്കുന്ന വാക്കാ യേശു ക്രൂശിൽ പറഞ്ഞത്. സാത്താന്റെ അടിമയിലായപ്പെട്ട് മരണഭീതിയിൽ അടിമകളായിരുന്ന സകലർക്കും വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ഞാനിതാ ക്രൂശിൽ നിവർത്തിച്ചിരിക്കുന്നു. എന്റെ രക്തം ഇന്നിവിടെ ഒഴുകുന്ന ഈ സമയം പാപത്തിന് പരിഹാരം വരുന്നു. സാത്താന്റെ അടിമത്വത്തിൽ നിന്ന് ജീവിതങ്ങൾ വിടുവിക്കപ്പെടുകയാണ്. ഇനി ആരെയും അടിമപ്പെടുത്താൻ പിശാചിന് കഴിയില്ല. അവനിനി ആരുടെയും രക്ഷ തടയാൻ പറ്റുകയില്ല. ആരെയും ദൈവത്തോട് അടുപ്പിക്കുന്ന തടസ്സം നിൽക്കാൻ സാത്താന് കഴിയില്ല. മനസ്സിലാകുന്നവർക്ക് ഒരു നല്ല ഹല്ലേലൂയ പറയാം. സാത്താനെ തകർത്തത് ക്രൂശിൽ അവൻ്റെ തല തകർന്നു. തല തകർന്നൊരു സാത്താനായി എന്നുള്ളത് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവനെയാ. നിങ്ങൾ എന്തിനു പേടിക്കണം? രാജാതിരാജാവ് നമുക്കുണ്ട്. സാത്താൻ്റെ തല തകർത്തവൻ നമ്മുടെ കൂടെയുണ്ട്. ക്രൂശിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഏറ്റവും വലിയ അനുഗ്രഹം, ഇതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യജീവനാ. വിശദീകരിക്കണ്ട, അല്ലേ? പാപത്തിൻ്റെ ശിക്ഷയായി നമുക്ക് കിട്ടിയത് എന്താ? മരണമാണ്. പക്ഷേ നിത്യമരണത്തിൽ നിന്നൊരു വിടുതൽ, നിത്യജീവിതത്തിലേക്കും നിത്യജീവനിലേക്കും നമ്മളെ കൊണ്ടുപോയ ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങളോട് ഒന്ന് വായിച്ച് ഞാൻ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കും. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. എന്തിനാ ക്രൂശിൽ ദൈവപുത്രനെ ഉയർത്തിയത്? എന്തിനാ ദൈവപുത്രൻ ക്രൂശിൽ മരിച്ചത്? കേവലം രോഗസൗഖ്യം തരാനാണോ? കേവലം സമ്പത്ത് തരാനാണോ? നിങ്ങൾക്കൊക്കെ കുറച്ച് ഭൗതിക അനുഗ്രഹം തരാനാണോ? നോ നോ നോ, അതിനൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവൻ നിങ്ങളുടെ നിത്യജീവൻ, അവൻ പിതാവുമായിട്ടുള്ള യുഗ നിത്യതയുടെ ജീവൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. കാൽവറിയിൽ യേശു മരിച്ചത് കൊണ്ട് മനുഷ്യന് കിട്ടിയത് എന്താ? നിത്യജീവന. താൽക്കാലികമായി ലോകത്തിലെ താൽക്കാലികമായ കേവലമായ ഒരു ജീവിതമല്ല, അതിനപ്പുറം നിത്യതയുടെ ഒരു ജീവൻ. എല്ലാ കണ്ണുകളും ദൈവം ഭാഗം നടയട്ടെ.
ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്യുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്താ ഈ ക്രൂശിലൂടെ നമുക്ക് നൽകിയത്? ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ എന്താ ഒരു ആത്മീകൻ മനസ്സിലാക്കേണ്ടത്? എന്താ ക്രൂശിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്? പൗലോസ് എന്തുകൊണ്ടാ പറഞ്ഞത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്? എന്തുകൊണ്ടാ പൗലോസ് പറയുക? അവൻ അതിന് കാരണമുണ്ട് കേട്ടോ. ഈ ക്രൂശിലൂടെയാ എനിക്ക് ആർക്കും തരാൻ പറ്റാത്ത പാപക്ഷമ കിട്ടിയത്. എന്റെ പാപത്തിന് പരിഹാരം വന്നത് ഈ ക്രൂശിലൂടെയാ. ഞാൻ പാപിയായിരുന്നു, ഈ പാപികൾ ഒന്നാമനായിരുന്നു, പക്ഷെ എന്റെ പാപം പരിഹരിച്ചത് ക്രൂശാണ്. എന്താ പൗലോസേ ഈ ക്രൂശിൽ നീ ഇങ്ങനെ പ്രശംസിക്കാൻ കാരണം? എനിക്ക് നീതീകരണം ഉണ്ടായത് ന്യായപ്രമാണം എന്നെ കുറ്റവാളിയായി ചിത്രീകരിച്ചപ്പോ, ന്യായപ്രമാണം എന്നെ പാപി എന്ന് മുദ്ര കുത്തിയപ്പോ, ഇതാ ഈ ക്രൂശ് എന്നെ നീതിമാനാക്കി മാറ്റി. ഹല്ലേലൂയ. എന്താ പൗലോസേ നീ ഇങ്ങനെ ക്രൂശിൽ അവൻ പ്രശംസിക്കുന്നത്? അയ്യോ, ഈ ക്രൂശിൽ പ്രശംസിക്കാനുള്ള കാരണം അവൻ എനിക്ക് ദൈവത്തോട് അനുരഞ്ജനമുണ്ടായി. എന്നെ ദൈവത്തോട് നിരപ്പിച്ചത്, പിതാവിനോട് നിരപ്പിച്ചത് ഈ ക്രൂശ. അതുകൊണ്ടാ ഞാൻ ഈ ക്രൂശിൽ പ്രശംസിക്കുന്നത്. എന്താ പൗലോസേ അങ്ങ് ഈ ക്രൂശിൽ പ്രശംസിക്കുന്നത്? ഈ ക്രൂശ് അവിടുത്തെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം തന്നതുകൊണ്ടാ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും എനിക്ക് സൗഖ്യം തന്നത് ഈ ക്രൂശ. പൗലോസേ എന്തുകൊണ്ടാണ് അങ്ങ് ഈ ക്രൂശിൽ പ്രശംസിക്കുന്നത്? ഈ ക്രൂശിൽ പ്രശംസിക്കുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം എനിക്ക് തന്നത് ഈ ക്രൂശ. അയ്യോ, ഞാൻ വലിയ പരീക്ഷനായിരുന്നു, അവൻ വലിയ കാര്യമൊക്കെ ഉണ്ടായിരുന്നു, വലിയ പാരമ്പര്യം ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ടെന്താ? അവൻ അങ്ങ് ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റുമായിരുന്നില്ല, ഒത്തിരി ആഗ്രഹിച്ചതാ. പക്ഷേ ഈ ക്രൂശ് ഉണ്ടല്ലോ, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് എനിക്ക് പോകാനുള്ള അവസരം നൽകി. പൗലോസേ എന്തുകൊണ്ടാ അങ്ങ് ഈ ക്രൂശിൽ പ്രശംസിക്കുന്നത്? പാപത്തിന്റെയും സാത്താന്റെയും മേൽ എനിക്ക് ജയം തന്നു കേട്ടോ. പാപത്തിന് അടിമയാക്കി പ്രലോഭിച്ച് പാപത്തിന്റെ അടിമകളാക്കിയ സകലരെയും തീർത്തപ്പോ അവൻ ആ പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച്, സാത്താന്റെ ചങ്ങലകളെ പൊട്ടിച്ച് അവന്റെ തല തകർത്ത് എനിക്ക് ജയം നൽകിയത് ഈ ക്രൂശ. എന്തിനാ പൗലോസേ നീ ക്രൂശിൽ പ്രശംസിക്കുന്നത്? മരണത്തിനപ്പുറം എനിക്കൊരു നിത്യജീവൻ തരുന്നത് ഈ ക്രൂശ. ന്യായപ്രമാണം ചോദിച്ച ചോദ്യമുണ്ട്. മനുഷ്യൻ്റെ മരണത്തിന്, ശവക്കുഴിക്കപ്പുറം ഒരു ജീവിതത്തിന് അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്ക് കഴിയും? ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഈ ക്രൂശിൽ കിട്ടി. എനിക്ക് വേണ്ടി വീണ്ടെടുപ്പുകൾ വില തന്നവൻ, നിത്യജീവൻ നൽകിയവൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ പ്രശംസ എന്തിലാ? നിങ്ങളുടെ പ്രശംസ എന്തിലാ? താൽക്കാലികമായി ലോകത്തിലുള്ള സംഗതികളിലാണോ നിങ്ങൾ പ്രശംസിക്കുന്നത്? അതോ നിങ്ങൾ ക്രൂശിലാണോ പ്രശംസിക്കുന്നത്?